പെരുമ്പടപ്പ് ഗോവേന്ദ പാർക്ക് റോഡിലെ ജനങ്ങളോട് അധികൃതർ കാണിക്കുന്നത് ക്രൂരമായ അവഗണന. മാസങ്ങൾക്ക് മുൻപ് റോഡ് പണിക്കായി പൊളിച്ചിട്ടെങ്കിലും ഇപ്പോൾ കരാറുകാരനും കൗൺസിലറും ജനങ്ങളെ വെല്ലുവിളിക്കുകയാണെന്ന് ആക്ഷേപം. മോശം മിശ്രിതം ഉപയോഗിച്ച് പണി നടത്താനുള്ള നീക്കം നാട്ടുകാർ തടഞ്ഞതോടെയാണ് പാർക്ക് റോഡിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ നിലച്ചത്. സ്ലാബുകൾ റോഡിൽ തടസ്സമായി കിടക്കുന്നതിനാൽ കാറുകൾ ഉൾപ്പെടെയുള്ളവയ്ക്ക് ഈ വഴി കടന്നു പോകാൻ പറ്റുന്നില്ലെന്നും ഇരുചക്ര വാഹനങ്ങൾ കുഴികളിൽ വീണ് അപകടങ്ങൾ ഉണ്ടാകുന്നത് നിത്യസംഭവമാണെന്നും പ്രദേശവാസികൾ. മെട്രോ 7 ന്യൂസ് സ്പെഷ്യൽ സ്റ്റോറി. നാട്ടുകാർ ദുരിതത്തിൽ, അധികൃതർ എവിടെ? പെരുമ്പടപ്പ് ഗോവേന്ദ പാർക്ക് റോഡ് നിർമ്മാണം പാതി വഴിയിൽ നിലച്ചതോടെ നാട്ടുകാർ കടുത്ത ദുരിതത്തിലായിരിക്കുകയാണ്. മാസങ്ങളായി റോഡ് പൊളിച്ചിട്ടിരിക്കുകയാണെങ്കിലും അധികൃതർ ആരും തന്നെ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. കോൺട്രാക്ട് എടുത്ത ആൾക്ക് ഇവിടെ നല്ല മെറ്റീരിയൽ ഇട്ട് ചെയ്യാൻ പറ്റില്ല, അയാൾക്ക് അത് മുതലാവില്ലെന്ന് പറയണം. ഇങ്ങനെയുള്ള കച്ചറ സാധനങ്ങൾ ഇട്ട് ചെയ്താലേ അവർക്ക് പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രം വർക്ക് എടുക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് പുള്ളി മെറ്റീരിയലും സാധനങ്ങളും എല്ലാം കോൺക്രീറ്റ് മെഷീൻ എല്ലാം എടുത്ത് സ്ഥലം വിട്ടു. കൗൺസിലർ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കണേ ഇല്ല. സ്ലാബുകൾ റോഡരികിൽ കൂട്ടിയിട്ടിരിക്കുന്നത് കാരണം കാറുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് ഈ വഴി കടന്നുപോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. മഴക്കാലം തുടങ്ങുന്നതോടെ പ്രദേശത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ വേണ്ടിയാണ് റോഡ് ഉയർത്തിപ്പണിയുന്നതിന് അനുമതി ലഭിച്ചത്. എന്നാൽ പണി തുടങ്ങി 3 മാസങ്ങൾ പിന്നിട്ടിട്ടും ഇത് പൂർത്തിയാക്കാൻ കരാറുകാരൻ തയ്യാറായിട്ടില്ലെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. ആൾക്കാർക്ക് പ്രായമുള്ള അമ്മമാര് എല്ലാവരും ഈ പള്ളിയിൽ പോകുന്നവർ, രാവിലെ പോകുന്നവർ, വൈകിട്ട് പോകുന്നവർ, ജോലിക്ക് പോകുന്നവർ, പ്രായമുള്ളവരുണ്ട്, കുട്ടികളുണ്ട്. ഇപ്പോൾ ജൂണിൽ തുടങ്ങിക്കഴിഞ്ഞാൽ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ലെവലിൽ വെള്ളം വരും. എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. ഈ വെള്ളം നിന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാധനം ഇത്ര ഹൈറ്റിൽ പൊക്കെ ചെയ്യാനുള്ള അനുമതി കിട്ടിയത്. അപ്പോൾ കോൺട്രാക്ടർ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളെന്താ ചെയ്യുക? ഗുണനിലവാരമില്ലാത്ത മിശ്രിതങ്ങൾ ഉപയോഗിച്ച് പണി നടത്താനുള്ള കരാറുകാരന്റെ നീക്കം നാട്ടുകാർ തടഞ്ഞതോടെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതി വഴിയിൽ നിലച്ചത്. ഇരുചക്ര വാഹനങ്ങൾ കുഴിയിൽ വീണ് അപകടങ്ങൾ ഉണ്ടാവുന്നതും ഇവിടെ പതിവായിരിക്കുകയാണ്. സ്കൂൾ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ താമസിക്കുന്ന ഈ വഴിയിലൂടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ആംബുലൻസുകൾക്കോ മറ്റു വാഹനങ്ങൾക്കോ കടന്നുപോകാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. അതിനാൽ കാലവർഷം എത്തുന്നതിന് മുൻപ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി റോഡ് സഞ്ചാരയോഗ്യമാക്കി നൽകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. 2 മാസം കഴിഞ്ഞ് എന്തായാലും 2-3 മാസമൊക്കെ ആറെണ്ണം അവിടത്തോളം ചെയ്തിട്ട് പെൻഡിങ്ങിൽ ഇട്ടേക്കണി പണി. ഇപ്പം ഈസ്റ്ററിന് മുന്നേ പെൻഡിങ്ങിലായതാണ്. അത് ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതുവരെ ചെയ്തില്ല. കോൺട്രാക്ടർമാർ പോയി ദുരിതമായിട്ട് കാറ് വരെ ഇതിൻ്റെ പൊക്കത്തൂടിയാണ് ഓടിച്ചിട്ട് പോകണം. ഈ സ്ലാബിൻ്റെ സൈഡിൽ ചരിച്ചിട്ടിട്ടാണ് ഓടിച്ചിട്ട് പോകണം. ആൾക്കാർ കുറെ കാറുള്ള ആൾക്കാരുണ്ട് ഇവിടെ. പിന്നെ അത് നമുക്ക് പെട്ടെന്ന് റെഡിയായി കിട്ടിയ ആൾക്കാർക്ക് നല്ല സുഖമായിട്ട് പോകാം. അപ്പോൾ ഇത് മഴ എത്രയും പെട്ടെന്ന് ചെയ്ത് കിട്ടണം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ഉണ്ണി വരാണ്ട് നെയ്ക്കിനോട് മിണ്ടില്ല ശരിക്കും. രുചിയോടൊപ്പം ഹൃദയങ്ങൾ ഒന്നാകുന്ന റംസാൻ ദിനങ്ങൾ. ദ സോൾട്ട് റെസ്റ്റോറന്റ്, പനപ്പള്ളി നഗർ, കാക്കനാട് ആൻഡ് തോപ്പുംപടി.